അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്ത് ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുന്നു. മലപ്പുറത്ത് ഇന്ന് സംഘടിപ്പിക്കാനിരുന്ന കോയ കോളിംഗ് പരിപാടിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ നേതൃത്വം നൽകുന്ന പരിപാടിയാണ് കോയ കോളിംഗ്. മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് UDF അധികാരത്തിലെത്തിയതോടെ സംസ്ഥാനത്ത് ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുന്നു. സ്വതന്ത്ര ചിന്തകരായ ഒരു കൂട്ടം ആളുകൾ സംഘടിപ്പിക്കുന്ന കോയ കോളിംഗ് പരിപാടിക്ക് മലപ്പുറത്ത് വിലക്ക്. തിരൂരിലെ CV ഓഡിറ്റോറിയത്തിൽ ഇന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച പരിപാടി മാറ്റിവച്ചു. സമൂഹ മാധ്യമങ്ങളിൽ മതഭീകരവാദികൾ ഭീഷണിയുമായി രംഗത്തെത്തിയതോടെയാണ് മാറ്റിവെക്കേണ്ടി വന്നത്. സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിന് കത്ത് നൽകിയെങ്കിലും കലാപസാധ്യത കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കാനാകില്ലെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചു. ഓഡിറ്റോറിയം ഉടമയ്ക്കും ഭീഷണിയുണ്ടായിരുന്നു. ഇതോടെ പരിപാടി മാറ്റിവെക്കേണ്ട ഗതികേടിലെത്തി സംഘാടകർ. പരിപാടി പ്രഖ്യാപിച്ച അന്നു മുതൽ ഭീഷണിയുണ്ടായിരുന്നു. ആരിഫ് ഹുസൈൻ തിരൂരിൽ ഇറങ്ങിയാൽ കാലുവെട്ടുമെന്നും കല്ലെറിയുമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ മതമൗലികവാദികൾ ഭീഷണിപ്പെടുത്തി. തുടർച്ചയായ വധഭീഷണിയും മുഴക്കി. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നതായിരുന്നു ജിഹാദികളുടെ ഭീഷണി. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയ കോയ കോളിംഗ് പരിപാടിയുടെ വാർഷികമായിരുന്നു തിരൂരിൽ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയത്. മതവിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതായിരുന്നു പരിപാടി. ഡോക്ടർ ആരിഫ് ഹുസൈന് പുറമെ AP അഹമ്മദ്, കാപ്പാട് അബ്ദുൽ അലി മാസ്റ്റർ, ജാഫർ ചളിക്കോട്, നൂർ അബ്ദുൽ, സദീഖത്ത് ടീച്ചർ, ഷാജിദ അസീസ്, M റിജു തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കേണ്ടവരായിരുന്നു. സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മയായ നോൺ റിലീജിയസ് സിറ്റിസൺസ് ആണ് പരിപാടിയുടെ സംഘാടകർ. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.